ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് സുബഹി നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് ചെടികളുടെ അടുത്ത് കൊക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവർക്ക് വേണ്ട വളമൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഫെല്ലമോൾ എടുത്ത് നോക്കിയപ്പോൾ ഫെല്ലമോൾ ബ്രഷ് ചെയ്യാണ് കേട്ടോ. നല്ല കുട്ടിയായിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബാക്കി എൻ്റെ ക്ലീനിങ് പരിപാടികൾക്കൊക്കെ കിടന്നു. നമ്മളുടെ സോഫ ബ്ലാക്ക് ആയ കാരണം നന്നായിട്ട് പൊടിയിരിക്കും. അപ്പോൾ ഒന്നരാടം എന്തായാലും ക്ലീൻ ആക്കിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം അടിച്ചു. അപ്പോഴാണ് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞത് ലാപ്പ് എടുത്തിട്ട് ഒരു വർക്ക് പെൻഡിങ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വർക്ക് അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ക്ലീനിങ്ങിൽ കിടന്നിട്ടാവും. ഈ റൂം എത്ര ക്ലീൻ ആക്കിയാലും ഇതിങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി നല്ലൊരു ബെഡ്ഷീറ്റും വിരിച്ച് കഴിഞ്ഞാൽ ഫെല്ലമോൾക്ക് പിന്നെ ഒരു ചാടിക്കളി മസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫ്യൂം അടിക്കൽ. അത് കഴിഞ്ഞ് പിന്നീട് ആ റൂമിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തരുന്ന പോലെ തോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വർക്ക് എന്തായാലും നോക്കിയപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെല്ലമോളുടെ ഒരു ഹലോ ഗൈസ് പറഞ്ഞതാണ് നിങ്ങളാ കേട്ടു. അങ്ങനെ വർക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഫെല്ലമോൾക്ക് പിന്നെ ഉറക്കം വരുന്നപ്പോൾ ഞാൻ ഫെല്ലമോളൊന്ന് സൈഡായിട്ടാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കാണിച്ചിട്ട് നിങ്ങളെ വെറുതെ എന്തിനാ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും ഇടാത്തത്. ഇത് പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇക്ക പുറത്തു പോയി വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും റിനുവിനും കൊത്തി. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം അവൻ്റെ കാറിൽ കയറി. ഞങ്ങളിപ്പോ ഉള്ളത് കർമ്മ പാലത്തുമ്മലാണ്. ഈ പാലം ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ അടിപൊളി കർമ്മ റോഡിന്റെ വിഷ്വൽ കാണാൻ വേണ്ടി പറ്റുക. സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കിട്ടോ, പാലം ഇപ്പൊ ഇറങ്ങും. ഓക്കെ, നമുക്കിവിടെ കുറെ ടീമിനെ കാണാം, നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടി വരുന്നൊരു. സോ നമ്മളിപ്പോ കർമ്മപാലം ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മളിന്ന് പോണ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റേഴ്സിന് പെട്ടെന്ന് എന്തോ തിന്നാൻ പുതിയായിട്ട് നമ്മളെ വിളിച്ചാണ്. സോ നമ്മളൊന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് നമ്മള് വേഗം ചാടി ഇറങ്ങി വന്നു. സോ നമ്മള് ഏകദേശം ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. സോ വി ആർ ഗോണ ഈറ്റ് സംതിങ് സ്പെഷ്യൽ ടുഡേ. ഓക്കെ, ബൈ. ഇതൊക്കെ പറഞ്ഞു കൂട്ടി ആരെന്നല്ലേ, ഇതാണ് നമ്മളെ ഒറ്റ മൈൻഡിൻ്റെ ആൾ കേട്ടോ. അന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത്. താങ്ക് യു ബ്രോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എനിക്കും റീനുവിനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ സ്വീറ്റ് കോണ്. അപ്പം ഞാൻ ചാട്ടും അവള് സ്വീറ്റും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേര് കഴിക്കുകയാണ്. ബ്രൗണി പിന്നെ അവൻ ബ്രൗണി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബ്രൗണിക്ക് ടേസ്റ്റ് കൂടിയതാണോ അതോ എനിക്ക് വിശപ്പ് കൂടിയതാണോ എന്നറിയില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രൗണി കഴിച്ച പാത്രം തുടച്ച് വെളുപ്പിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോയി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.